അത് വേദാന്ത്, നീ ഏത് കുർത്ത ഇട്ട് കഴിഞ്ഞാലും വളരെ ഹാൻസം ആയിരിക്കും. സത്യം പറയുകയാണെങ്കിൽ ആ കുർത്ത നീ ഇടുന്നത് കൊണ്ട് ആ കുർത്തയ്ക്ക് ഒരു ഭംഗിയുണ്ടാവും. അമ്മേ, ചിലപ്പോ അമ്മ വല്ലാതെ തമാശ പറയുമല്ലോ. ബട്ട് എനിവേസ്, താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്സ്. മദറിന്റെ അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അതൊക്കെ ജോലിക്കാർ നോക്കിക്കോളും. നീ കുട്ടിയായിരിക്കുമ്പോഴേ ഇതൊക്കെ ഞാനാ ചെയ്തിരുന്നത് വിക്കി. നീ എന്റെ മോന് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല. ആരതിയെ എപ്പോഴെങ്കിലും നീ വിളിച്ചിരുന്നോ വിക്കി? ഇല്ലമ്മേ, അങ്ങനെ സംസാരിക്കാനുള്ളൊരു വിഷയം ഞങ്ങളുടെ ഇടയിൽ ഇപ്പോ തൽക്കാലമില്ല. കാശിന്റെ കാര്യത്തെക്കുറിച്ചൊന്നും അവളൊന്നും പറയുന്നില്ല. എന്റെ ആകെയുള്ള കണ്ടീഷൻ അതല്ലേ. ഒരർത്ഥത്തില് നീ ചെയ്യുന്നത് ശരി തന്നെയാ വിക്കി. ദാമ്പത്യ ജീവിതത്തില് ഇങ്ങനെ ഒരിക്കലും ഒരു സംശയം വെച്ചോണ്ടിരിക്കരുത് വിക്കി. അതൊരു പ്രാവശ്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രശ്നമായിരിക്കും. ആരതി എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്തേന്നാ എനിക്കൊട്ടും മനസ്സിലാകാത്തത്. ഇനിയൊരു പക്ഷേ അവരുടെ അച്ഛനുണ്ടാക്കിയ കടം തീർക്കാൻ വേണ്ടി വല്ലതും പൈസ കൊടുത്തതായിരിക്കോ? പാവങ്ങളല്ലേ. ഇല്ല മദറിന്റെ, അമ്മാവൻ അങ്ങനെ കടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് നന്നായിട്ട് അറിയാതെ. ആരതി ഈ വീട്ടിൽ കഴിയേണ്ടവള് തന്നെയാ. പക്ഷേ അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കിടയിൽ പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായേനെ. നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവള് കുറച്ചുനാള് അവളുടെ വീട്ടിൽ തന്നെ നിക്കട്ടെ വിക്കി. നീ അങ്ങോട്ട് വലിയ കണക്ഷനൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. എല്ലാം നേരെയാകും മോനെ. കാര്യങ്ങളൊക്കെ വഴിയേ ശരിയായിക്കോളും. നിനക്കും അങ്ങനെ തന്നെ തോന്നി കാണുമല്ലേ വിക്കി? അതുകൊണ്ട് നീ ഇന്ന് ആ വീട്ടിലേക്ക് പോകുന്നില്ലായിരിക്കും അല്ലേ മോനെ? ആർത്തിക്ക് വേണ്ടി ഞാൻ പോയില്ലെങ്കിലും അമ്മാവനമ്മയ്ക്കും വേണ്ടിയെങ്കിലും ഞാൻ പോകണ്ടേ? നിങ്ങൾ ഇങ്ങനെ വിചാരിക്കാത്ത സമയത്ത് വന്ന് കേറല്ലേ. നിങ്ങൾ വലിയ ഹീറോ ഒന്നുമല്ല. മനസ്സ് നിറയെ പാവവും കളങ്കവും ഒക്കെ നിറഞ്ഞിരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഭയം സ്വാഭാവികം. ഇനി വേദാന്താകട്ടെ വിക്കി ആവട്ടെ, ആ വീട്ടിലുള്ളവരെ കുറിച്ച് എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും അത് നിനക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ചാ അവർക്ക് അവിടെ യഥാർത്ഥ സ്നേഹം കിട്ടും. ഇവിടെ അവർക്ക് കിട്ടാത്ത സ്നേഹം. നിങ്ങൾക്കും അവിടെ വേണ്ടുപോലെ സ്നേഹം കിട്ടുന്നുണ്ടാവൂ അല്ലേ? എനിക്ക് മാത്രമല്ല, സ്നേഹിക്കാൻ നല്ലൊരു മനസ്സുള്ള ആർക്കും അത് കിട്ടിയിരിക്കും. എല്ലാവരെയും നമ്മുടെ സ്വന്തം എന്ന് കരുതി സ്നേഹിക്കുന്നവര് എല്ലായിടത്തും ഉണ്ടാവില്ല. നീ ഒരു കാര്യം ചെയ്യ, നീ ഒന്നവിടെ പോയിട്ട് വാ. നിനക്കും സത്യമായിട്ടുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാകും. എല്ലാത്തിനും നമ്മുടെ മനസ്സ് ശരിയായിരിക്കണം സുഹാസിനി. നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരും അങ്ങനെ ആയിരിക്കും. നീ എന്തു കൊടുക്കുന്നോ അതേ നിനക്ക് തിരിച്ചു കിട്ടും. തമാശ പറയുന്നത് നിനക്ക് ദേഷ്യമായി തോന്നിയാ സ്നേഹം നിനക്ക് എങ്ങനെ മനസ്സിലാവും? എന്റെ കള്ള ചെറുക്കിന് വേണ്ടി വ്രതമൊക്കെ എടുത്ത് നല്ല പെണ്ണായിട്ടിരിക്കുക. എന്നാ അവൻ മാത്രം എന്നെ കുറിച്ചൊന്നും ഓർക്കുന്നത് പോലും ഇല്ല. ഉപവാസമൊക്കെ നല്ലതാ, വയറ്റില് കുതിര ഓടുന്ന പോലെ തോന്നുന്നു. വേഗം വന്ന് ഊണ് കഴിപ്പിക്കുമെന്ന് പറയാൻ വിളിച്ചാ ഫോൺ എടുക്കുന്നില്ല. മെസ്സേജ് ചെയ്യാന്ന് ഓർത്താ നോക്കിയിട്ട് റിപ്ലൈ ചെയ്യുന്നില്ല. ശരിക്കും പെൺകുട്ടികൾക്ക് ബുദ്ധിയില്ലാന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. നമ്മുടെ എഫേർട്ടിന് ഒരു ചെറിയ മര്യാദയെങ്കിലും തന്നൂടെ? ശരിക്കും ലവ് എന്ന് പറയുന്നത് ഒരു ചതിയാണെന്നാ തോന്നുന്നത്. ഇവൻ പ്രപ്പോസ് ചെയ്തപ്പോ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നോക്കിയിരുന്നെങ്കിൽ ഇത് മനസ്സിലാവും. അപ്പോഴൊക്കെ ഇരിക്കുന്നു പറഞ്ഞ ഇരിക്കുവായിരുന്നു, നിൽക്കുന്നു പറഞ്ഞ നിൽക്കും. പൂച്ചക്കുട്ടിയെ പോലെ വാലാട്ടിക്കൊണ്ട് പുറകെ നടത്തണമായിരുന്നു.
മിസ് ചെയ്തല്ലോ വേദർ മേനോനെ. അമൂല്യ, നിന്നെ കൊണ്ട് നീ ഇപ്പോഴും ഫോൺ എടുത്തില്ലല്ലോ. എടാ കള്ളച്ചെറുക്ക, നിനക്ക് പ്രേമിക്കാൻ അറിയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാൻ എന്തെല്ലാം ടെക്നോളജി ഉണ്ടെന്ന് അറിയാമോ? യൂട്യൂബിലൊക്കെ നോക്കി നല്ലൊരു ബോയ് ഫ്രണ്ട് ആവുന്നത് എങ്ങനെയാണെന്നൊന്ന് പ്രാക്ടീസ് ചെയ്തൂടെ? തന്റെ പെൺകുട്ടിയുടെ നമ്പറിന് സ്പെഷ്യൽ റിംഗ് ടൂൺ ഇടുന്ന എത്രയോ കാമുകമാരുണ്ടെന്ന് അറിയാമോ? കണ്ടു പഠിക്കേ. ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ പറഞ്ഞുതരാം. എന്റെ കള്ളച്ചെറുക്ക, നീ ഒന്ന് വേഗം വരുന്നുണ്ടോ? എനിക്ക് വിശന്നിട്ട് വയ്യ. വയറ് കാലിയായ ഞാനാകെ കഷ്ടത്തിലാവുമെന്ന് നിനക്ക് അറിയുന്നല്ലേ. റൗഡിസം വേണമെങ്കിൽ ഞാൻ വിട്ടുകളയാം, പക്ഷെ എന്റെ വയറ് കാലിയായി കിടക്കുന്ന ഞാൻ സഹിക്കില്ല. എന്റെ പോളിസിയെ മാറ്റിക്കൊണ്ട് ഞാൻ ഈ ഉപവാസം ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. എന്നോട് കുറച്ച് കരുണ കാണിക്കേ. നിങ്ങൾ ആ കാർ എടുത്തോണ്ട് ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്റെ കഴുതക്കുട്ടി, കുറച്ചുനേരം എന്നെ കാത്തിരിക്കേ. ഞാൻ ഇപ്പൊ വരാം. നീ വിളിച്ച അങ്ങനെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ വരാന്ന് സമ്മതിച്ച അതിനൊരു രസം ഉണ്ടാവില്ല. നിന്നെ ഇങ്ങനെ ഇട്ട് വട്ട് കളിപ്പിക്കാൻ നല്ല രസാമോ? നീ ദേഷ്യപ്പെട്ടുകൊണ്ട് മുഖം വീർപ്പിച്ചോണ്ടിരിക്കാറില്ലേ? അപ്പൊ നിന്നെ കാണുമ്പോ എനിക്ക് കൊച്ചുകുട്ടികളെ പോലെയാ തോന്നുക. അത് കാണാനും കൂടെയല്ലേ ഞാൻ ഈ കളിപ്പിക്കുന്നത്. ആരാ പൂജ ദിവസം വാതിലടച്ച്? അമ്മ, ഞാൻ നോക്കിട്ട് വരാം. ഞാൻ പോയി നോക്കിട്ട് വരാം. കേറി. ചെറിയമ്മ, ഏയ്, നീ ഇങ്ങനെ കുനിഞ്ഞൊന്നും ചെയ്യില്ലേ മോളെ. ഇനി മുതൽ ഈ കുനിയുന്നത്, ഭാരം എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ജോലികളും നീ ഇനി ചെയ്യരുത്. പെൺമക്കളുടെ സ്ഥാനം ഈ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവും. മനസ്സിലായോ മോളെ? വാമ്മ, വാ മോളെ, വാ. വരൂ. ആദ്യ അമ്മേ, നമസ്കാരം. നമസ്കാരം മോനെ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായിരിക്കുന്നു. റമി, 100 വർഷം സുഖമായിട്ടിരിക്കട്ടെ. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. മുത്തശ്ശി, ദീർഘകാല സുമംഗലിയായിട്ടിരിക്കട്ടെ. ഏട്ടത്തി. ഹായ് മുത്തശ്ശി. ഹായ് ചേച്ചി. ഇതെന്തോ നീ ഹായ് പറഞ്ഞോണ്ടിരിക്കുന്നേ? മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കണം. അവരുടെ കാല് തൊട്ട് വന്നിക്ക്. നീ നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല പെണ്ണി. നല്ല ബുദ്ധിമതിയായി തീരട്ടെ. എങ്ങനെയുണ്ട് അഞ്ജു? കോളേജ് എപ്പോഴാ സ്റ്റാർട്ട് ആവുന്നേ? ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ചേച്ചി. ഇനിയും എക്സാക്ട് ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ഉടനെ ഉണ്ടാവുമായിരിക്കും.
അമ്മയ്ക്ക് ടീയെ കോഫി ഏതാ വേണ്ടേ? സ്വസ്ഥമായിട്ട് കാറിലല്ലേ വന്നത്, അതുകൊണ്ട് ഇപ്പൊ ഒന്നും വേണ്ട പ്രമീള. ചേച്ചി എന്നാ പിന്നെ ചേട്ടൻ വരുന്നവരെ എന്റെ കൂടെ വാ. ചേട്ടൻ അന്നെടുത്ത ഫോട്ടോസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അഞ്ചു ചേട്ടന്റെ അടുത്ത് ചിലപ്പോ എടുത്തി അറിഞ്ഞു കാണില്ല. കുഴപ്പമില്ലായിരുതി. പ്രമീള, ആ ഉപവാസം എടുത്ത് നിങ്ങളെല്ലാം അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ആ, ഉം. ഇവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചതുർത്ഥിക്കും ഓരോ വിശേഷത്തിനും ഇവർ ഉപവാസമൊക്കെ ഇരിക്കും. എന്നാൽ ആദ്യക്ക് ഉപവാസം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ അമ്മ ഉപവാസം ഇരിക്കുക. അമ്മക്കതത്ര ശീലമില്ല. അമൂല്യ ഉപവാസം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വേദാന്തിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അവരെ എത്രയും വേഗം ഒന്നിപ്പിക്കണേ ഭഗവതി. അത് പ്രാക്ടീസായി ഒരുപാട് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അത് പിന്നീട് എളുപ്പമാവുന്ന് ഇതുകൊണ്ടാ പറയുന്നത്. കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ മതിൽ ചടേണ്ട അവസ്ഥ ആർക്കും ഉണ്ടാക്കല്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ മെയിൻ ഡോറിൽ കൂടെ വരാതിരിക്കുന്ന നല്ലത്. വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നവും. എനിവേ ഐ ഷുഡ് മീറ്റ് ആരതി. ഷി മസ്റ്റ് ബി ഹംഗ്രി. അവൾ എന്തെങ്കിലും കഴിപ്പിക്കണം. അവൾ എന്നിൽ നിന്ന് ഒരിക്കലും ഇതുപോലൊന്നും എക്സ്പെക്ട് ചെയ്യില്ല. ആദ്യക്ക് എന്റെ മേൽ എന്തൊക്കെയോ സംശയമുണ്ട്. അമ്മ ഉപവാസം ഇരിക്കുന്ന കാര്യം ചിലപ്പോൾ അവക്ക് അറിയുന്നുണ്ടാവും. അതുകൊണ്ട് മുൻവശത്തു കൂടെ പോയ അമ്മുവിന് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. എന്റെ വേദാന്ത് മേനോനെ, നീ ഈ ലെവല് വരെ എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ. ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണമെന്തോ. ഭാഗ്യം ഇപ്പൊ ഇവിടെ എങ്ങും ഒരുത്തനുമില്ല. നീയാ? ചേട്ടാ, ചേട്ടൻ ബാൽക്കണിയിൽ എന്ത് ചെയ്യാ? നീയൊന്ന് വെച്ചാ എന്താ? അപ്പൊ നീയും ഇങ്ങനെ തന്നെ വന്നതല്ലേ? എന്റെ കുഴി ഞാൻ തന്നെ തോണ്ടിയല്ലോ. അത് വീട് ചേട്ടാ. എല്ലാവരുടെയും സമ്മതത്തോടെ കല്യാണം കഴിപ്പിച്ചിട്ടും ഏണി വെച്ച് കയറി വരേണ്ട അവസ്ഥ എന്താടാ നിനക്ക്? അല്ല, ഞാനിവിടെ വന്നതിന് ഒരു കാരണമുണ്ട്. ചേട്ടൻ ഇവിടെ വന്നത് എന്തിനാന്നാ എനിക്കറിയണ്ടേ. ഇതെന്റെ ഭാര്യ വീടാണ്. ഈ വീടിന്റെ ആദ്യത്തെ മരുമകനും ഞാൻ തന്നെയാണ്. പിന്നെ ബാൽക്കണിയില് ആദ്യമായിട്ട് വലിഞ്ഞു കയറിയത് ഞാൻ തന്നെയാണ്. ഇപ്പൊ ഈ ചോദ്യം ചോദിക്കാനുള്ള അവകാശവും എനിക്ക് തന്നെയാണ്. പിന്നെന്തിനാ നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നേ? ഇത് എന്റെ പെണ്ണിന്റെ വീടാന്ന് എനിക്ക് ഇവനോട് പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഈ ഏണി വെച്ച് കയറി വരൂ. ചേട്ടാ, ചേട്ടനോടാ ചോദിക്കുന്നേ. ആക്ച്വലി ഞാനും മെയിൻ ഡോർ വഴി വരാനാ വിചാരിച്ചത്. അപ്പൊ ഏണി വെച്ച് ആരോ കയറി പോകുന്നത് കണ്ടു. ഏതെങ്കിലും കള്ളനാവും കരുതി പിടിക്കാൻ വേണ്ടി വന്ന. അപ്പൊ നോക്കിയപ്പോഴല്ലേ നീ. ചേട്ടാ, സീരിയസ്ലി? ആടാ, ഓഫ് കോഴ്സ് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞേ. നീ ഇവിടെ വന്നിട്ട് ഒത്തിരി സമയമൊന്നും ആയില്ലല്ലോ. ഞാനിനി ഇവനോട് ക്രോസ് ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരുന്ന എന്റെ മാരുതിയുടെ ഇടയിലുള്ള പ്രശ്നം എങ്ങനെയെങ്കിലൊക്കെ പുറത്തറിയാം. ഇപ്പൊ ഞാൻ നിന്നോടാടാ ചോദിക്കുന്നത്. ജസ്റ്റ് വന്നേ ഉള്ളൂ. നീ ഇപ്പൊ എന്തായാലും എന്നെ കണ്ടു. നമുക്കൊരു കാര്യം ചെയ്യാം. നീ ഈ വഴി വന്ന കാര്യം ഞാൻ ആരോടും പറയില്ല. ഞാനിതിലൂടെ വന്ന കാര്യം നീ ആരോടും പറയണ്ട. വെരി ഗുഡ് ഡീൽ. നീയും എന്നെ കണ്ടിട്ടില്ല, ഞാനും നിന്നെ കണ്ടിട്ടില്ല. ഓക്കെ അല്ലടാ? എക്സാക്ട്ലി 100%. അല്ലെങ്കിൽ തന്നെ എന്റെ നാക്ക് ശരിയല്ല. പൂജാ ദിവസം വഴക്കിടരുതെന്ന് ഓർത്താ ഞാൻ വ്രതം എടുത്തത്. ഉപവാസത്തിലോ നീ വന്ന് കഴിപ്പിക്കണമെന്ന് ചെറിയ കുട്ടികളോട് പറയുന്ന പോലെ പറഞ്ഞതാ. പക്ഷെ നിനക്ക് ഞാൻ വായിട്ട് അലയ്ക്കുന്നത് കേൾക്കാനാ ഇഷ്ടം തോന്നുന്നു. നീ ഇന്നെങ്ങാനും വന്നില്ലെങ്കിൽ വഴക്ക് പറയുകയല്ല, നിന്നെ അരച്ച് കലക്കി ജ്യൂസ് ആയിട്ട്